എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഗാറയെ കാണിക്കുന്നു. അവനാവട്ടെ ആ ഒരു മെയിൻ വില്ലനെ ഫോളോ ചെയ്ത് അവന്റെ തൊട്ടടുത്തെത്തും. മെയിൻ വില്ലന് ഇപ്പൊ ഗാറയെ കണ്ട് ഒരുപാട് സന്തോഷാവും. അതേസമയം ഇവിടെ ഹിനട്ടയ്ക്കും നെജിക്കും ഷിനോയ്ക്കും മനസ്സിലാവും ആ ഒരു വില്ലന്റെ മെയിൻ മൂവാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഇത്രയും നേരം അവൻ വെറും ഡൈവേർഷൻ മാത്രമാണ് ശ്രമിച്ചിരുന്നതെന്ന് അവർക്ക് പിടികിട്ടും. ഇവിടെ സാക്കുറ ഇപ്പൊ ലീക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാണുമ്പോ ഈനോയ്ക്ക് ഒരുപാട് വിഷമാവും. കാരണം ഇപ്പൊ ഈനോയെ കഴിഞ്ഞും ഒരുപാട് പടി മുകളിലാണ് സാക്കുറ. ഉടനെ സാക്കുറ ഇപ്പൊ ലീയോട് പറയും, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ ആണ്, പക്ഷെ നിനക്കിപ്പോ റെസ്റ്റ് ആവശ്യമാണെന്ന് പറയുമ്പോ ലീ ആവട്ടെ അവൻ ചാടി എഴുന്നേറ്റ് അവിടുന്ന് ഓടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ ഗാറ ആവട്ടെ അവൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം അവൻ ഓൾമോസ്റ്റ് അവന്റെ സാൻഡ് പവർ എല്ലാം തന്നെ ഇപ്പൊ ഉപയോഗിച്ചു കഴിഞ്ഞു. പക്ഷെ ഗാറ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. നീ ഇപ്പൊ തന്നെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലുന്നു പറയുമ്പോ വില്ലനാവട്ടെ അവന്റെ മെയിൻ വെപ്പൻ അത് കയ്യിലെടുക്കും. മറ്റേ കയ്യിലുണ്ടായിരുന്ന കക്ഷുകയെ അവനിപ്പോ താഴേക്ക് വലിച്ചെറിയും. വില്ലൻ അൾട്ടിമേറ്റ് വെപ്പൻ അത് ഉയർത്തിപ്പിടിച്ച് ഇപ്പൊ എന്തൊക്കെയോ പറയാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് താടിക്കാരന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു ചക്ര അബ്സോർബിങ് കോട്ട് അതങ്ങനെ തന്നെ അവന്റെ ബോഡിയിലേക്ക് വന്നു ചേരും. അത് മാത്രമല്ല ബാക്കിയുണ്ടായിരുന്ന രണ്ടുപേരുടെ വാളുകളും ഇപ്പൊ അവന്റെ കയ്യിലെത്തും. അങ്ങനെ ആയുധങ്ങളൊക്കെ എടുത്ത് അവൻ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ ഗാറയാവട്ടെ ഇപ്പൊ ടെൻഷൻ അടിച്ച് അത് നോക്കി നിൽക്കും. വില്ലനാവട്ടെ അവന്റെ ഫുൾ പവറിൽ ഇപ്പൊ കറങ്ങി കറങ്ങി ഗാറയുടെ തൊട്ടടുത്തെത്തും. അത് കണ്ട് ഗാറയാവട്ടെ ഇപ്പൊ മണ്ണിൽ വലിയൊരു കുഴി ഉണ്ടാക്കി അവൻ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുമെങ്കിലും വില്ലൻ അവന്റെ വാൾ ഉപയോഗിച്ച് ഇപ്പൊ ഗാറയുടെ കൈ തന്നെ വെട്ടി മുറിവേൽപ്പിക്കും. ചോര തുളുമ്പി ഇപ്പൊ ഗാറ താഴേക്ക് വീഴുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ അവിടേക്ക് ഓടിയെത്തും. കുട്ടപ്പൻ ഓടിച്ചെന്ന് ആദ്യം മക്ഷുകയുടെ കെട്ടഴിച്ച് അവളെ റിലീസ് ചെയ്യും. ഇവിടെ ഗാറ അവൻ വേദന എടുത്ത് പെടയുമ്പോ ആ ഒരു വില്ലൻ അവൻ പറയും, നീ മോൺസ്റ്ററിനെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുമല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ മോൺസ്റ്ററിനെ പുറത്തെടുക്കാനായിട്ട് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട നമ്മുടെ സ്വത്തുമണി കുട്ടപ്പൻ അവിടേക്ക് ചാടി വീണ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാനായിട്ട് വില്ലനോട് പറയും. വില്ലന് മനസ്സിലാവും കുട്ടപ്പൻ ലീഫ് വില്ലേജിൽപ്പെട്ട ഒരു നിഞ്ചയാണെന്ന്. അവൻ പറയും, തീർച്ചയായിട്ടും നിങ്ങളുടെ 5 പവർഫുൾ നേഷൻസ് അത് ഞാൻ തകർത്ത് കളയും. ഇവർ ആക്ച്വലി ആർട്ടിസൻസ് വില്ലേജിലെ നിഞ്ച ടൂൾസ് എല്ലാം തന്നെ മറ്റ് ഗ്രാമങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. പിന്നീട് പതിയെ പതിയെ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി ആർട്ടിസൻസ് വില്ലേജിനെ തന്നെ അറ്റാക്ക് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ടൂൾസ് എല്ലാം ഇവർ കൈക്കലാക്കി മാറ്റി. വില്ലൻ ഇപ്പോ 5 പ്രധാനപ്പെട്ട നേഷൻസ് അത് തകർത്ത് കളഞ്ഞ് അതെല്ലാം തന്നെ അവന്റെ അധീനതയിലാക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാദ്യമായിട്ട് ഞാൻ ലീഫ് വില്ലേജ് തന്നെ തകർക്കുന്നു പറഞ്ഞ് അവൻ ആ ടൂൾ എടുത്ത് ഇപ്പൊ വീശാൻ തുടങ്ങും. കുട്ടപ്പൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ ആ ഒരു വില്ലനാവട്ടെ അവന്റെ ഡ്രാഗൺ കത്തി ഉപയോഗിച്ച് കുട്ടപ്പനെ അങ്ങനെ തന്നെ ഇപ്പൊ മടക്കി പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ അവൻ നിൽക്കില്ല. അവൻ 100-110 ഓടുമ്പോ വില്ലൻ വീണ്ടും ഒരുപാട് ഫയർ ഇപ്പൊ കുട്ടപ്പന് നേരെ അട്ടിപ്പിച്ചു വിടും. അത് കണ്ട ഗാറയാവട്ടെ അവന്റെ സാൻഡ് ഉപയോഗിച്ച് കുട്ടപ്പനെ അങ്ങനെ തന്നെ കുട്ടപ്പനെ സേഫ് ആക്കി ഇപ്പൊ കവർ ചെയ്ത് പിടിക്കും. വില്ലൻ അത് കണ്ട് അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ സാൻഡ് അത് തല്ലി പൊളിക്കാൻ ശ്രമിക്കും. പക്ഷെ ഗാറയുടെ പവറിൽ അത് തകരില്ല. അത് കണ്ട് നമ്മുടെ വില്ലനാവട്ടെ എനിക്ക് ഇവനെയല്ല മറിച്ച് നിന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് വലിയൊരു കേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഗാറയെ അങ്ങനെ തന്നെ ലോക്ക് ചെയ്യും. ലോ എന്ന് പറഞ്ഞ് ഗാറ അലറിക്കരയുമ്പോ കുട്ടപ്പനാവട്ടെ അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗെ ആവട്ടെ അവരുടെ പ്ലാൻ മുഴുവൻ മനസ്സിലാക്കി ഇപ്പൊ വണ്ടടിച്ചിരിക്കുകയാണ്. ആ 4 സെലസ്റ്റ്യൻസിന്റെ ഉദ്ദേശം 5 ഗ്രേറ്റ് നേഷൻസ് അത് തകർത്ത് കളയുക എന്നതാണ്. പക്ഷെ ഇത്ര പെട്ടെന്ന് അവർക്ക് ആ ഗ്രേറ്റ് വെപ്പൺ അതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? ഹൊക്കാഗെയുടെ അടുത്ത് ഇപ്പൊ ഇൻഫർമേഷൻ എല്ലാം തന്നെ പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ കാക്കാഷിയാണ്. കാക്കാഷി പറയും അക്കിസൻ വില്ലേജ് അത് വളരെ അപകടത്തിലാണ്. ഒരുപാട് പേര് ഇതിനോടകം മരിച്ചു. ബാക്കിയുള്ള കുറെ പേര് ഇപ്പൊ നാട് വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു അൾട്ടിമേറ്റ് വെപ്പൻ അതെന്താണെന്ന് മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന് ഹൊക്കാഗെ പറയും അത് സ്വയമേ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത വെപ്പനാണ്. അവളാണ് ആ ഒരു വില്ലേജ് പോലും ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ കാക്കാഷിക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. മരിച്ചുപോയ ആളെ തിരികെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോ അതിന് ഹൊക്കാഗെ പറയും അതിനാണ് ആ ഒരു അൾട്ടിമേറ്റ് വെപ്പൺ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളത് തടയണം. നിന്റെ കൂടെ നിന്നെ സഹായിക്കാനായി
ഞാൻ ഒരാളെ കൂടെ വിടുന്നുണ്ടെന്ന് ഇപ്പൊ ഹൊക്കാഗ പറയും. കാക്കാഷി ആവട്ടെ ആ ഒരാളെ കണ്ട് ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. കട്ട് ചെയ്താ ഇവിടെ ആ വില്ലൻ ആവശ്യം ഗാരയുടെ ഉള്ളിലെ ആ ഒരു മോൺസ്റ്ററിന്റെ ചക്ര പവറാണ്. വില്ലൻ പറയും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു മോൺസ്റ്ററിന് പവർ വേണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നീ ഒരുപാട് അനുഭവിക്കുമെന്ന് പറഞ്ഞ് അവനാവട്ടെ ആ ഒരു കേജ് അത് കൂടുതൽ സ്ട്രോങ് ആക്കി ഇപ്പൊ ഗാരയെ അതിനുള്ളിൽ ലോക്ക് ചെയ്ത് പിടിക്കും. ഗാര ഗ്യാപ്പില് മക്ഷുകയുടെ ആ ഒരു ആയുധം ഇപ്പൊ പുറത്തേക്ക് വലിച്ചെറിയും. അതിന്റെ കൂടെ തന്നെ കുറച്ച് സാൻഡ് അവൻ പുറത്തേക്കിട്ട് അവന്റെ കണ്ണു വെച്ച് ചുറ്റും എന്താ നടക്കുന്നതെന്ന് ആരും കാണാതെ ഇപ്പൊ ഒബ്സർവ് ചെയ്യും. അപ്പൊ അതേ സമയത്ത് നമ്മുടെ കുട്ടപ്പനാവട്ടെ അവിടേക്ക് ചാടി അങ്ങോട്ട് വീഴും. വില്ലൻ ഉടനെ ഇപ്പൊ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഗാരയുടെ പവർ അബ്സോർബ് ചെയ്ത് അതങ്ങനെ തന്നെ അടുത്തുള്ളൊരു പാറയില് ഇപ്പൊ വലിച്ചടിപ്പിക്കും. ആ ഒരു അടിയില് ഇപ്പൊ പാറ തകർന്ന് ഒരു ശവപ്പെട്ടി അത് പുറത്തേക്ക് വരും. അതാരാണെന്ന് നോക്കിയാ അത് മറ്റാരും അല്ല, അതാണ് സാക്ഷാൽ ഷെയ്ഖ. അപ്പൊ വില്ലൻ വീണ്ടും വിളിച്ചു പറയും, ഷെയ്ഖ നിനക്ക് ഞാൻ എന്റെ ബോഡി തരാം. നമ്മുടെ ആൾക്കാർ നോക്കി നിൽക്കുമ്പോ ആ സെയ്മെ അവനിപ്പോ ജീവിച്ചു വരും. അവൻ അൾട്ടിമേറ്റ് വെപ്പൻ ഇപ്പൊ അവന്റെ ബോഡിയിൽ തന്നെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യും. വർഷങ്ങളായിട്ട് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് അവൻ കാത്തിരുന്നത്. അവന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ ഗാരയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാണുമ്പോ അവൻ ചിരിച്ചിട്ട് പറയും, ഓ അപ്പൊ സാൻഡ് വില്ലേജിലെ ഗാരയാണ് എന്റെ പവർ സോഴ്സ്. ആക്ച്വലി മരിച്ചുപോയ ആ ഒരു വില്ലനാണ് എല്ലാ ഇൻഫർമേഷനും ഇപ്പൊ ഈ ഒരു വില്ലന് പറഞ്ഞു കൊടുത്തത്. ഇവന്റെ ലക്ഷ്യം ആ ഒരു അൾട്ടിമേറ്റ് വെപ്പൻ ഉപയോഗിച്ചുകൊണ്ട് ഗാരയുടെ മോൺസ്റ്ററിന്റെ പവർ എല്ലാം തന്നെ അവന് സ്വന്തമാക്കണം. അപ്പൊ കുട്ടപ്പൻ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ വില്ലന്റെ അടുത്തേക്ക് ഓട്ടി അങ്ങോട്ട് അടുക്കും. പക്ഷെ എന്താ, വില്ലന്റെ വാളിൽ തട്ടി അവൻ അങ്ങനെ തന്നെ ഇപ്പൊ താഴെ വീഴും. കുട്ടപ്പന് മനസ്സിലാവും അവനെ കൊണ്ട് ഒരിക്കലും ഇവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. അതേസമയം ഗാര ആവട്ടെ ഇപ്പൊ ആ കൂട്ടിൽ കിടന്ന് പെടഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി ഇത് തുടർന്നാല് തീർച്ചയായിട്ടും അവന്റെ മോൺസ്റ്റർ അത് തീർച്ചയായിട്ടും പുറത്തേക്ക് വരും. കുട്ടപ്പൻ ഓടി വന്ന് ഇപ്പൊ ആ ഒരു കൂട് അതെങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു പോറല് പോലും ആ ഒരു കൂടിന് വീഴില്ല. വില്ലൻ ഓടി വന്ന് ഇപ്പൊ കുട്ടപ്പനെ അടിച്ചു തെറിപ്പിക്കുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ വിട്ടുകൊടുക്കാതെ വീണ്ടും അവന്റെ കൈ ഉപയോഗിച്ച് ആ ഒരു കേജ് അത് തുറക്കാൻ ശ്രമിക്കും. കുട്ടപ്പന്റെ നഖം കയറി ഇപ്പൊ ചോര പുറത്തേക്ക് വരും. അകത്ത് ഗാര ആവട്ടെ അവനെ കൊണ്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ ഇപ്പൊ പെടഞ്ഞോണ്ടിരിക്കുകയാണ്. അവൻ കഷ്ടപ്പെട്ട് ഇപ്പൊ നറൂട്ടോ എന്ന് വിളിക്കുന്ന അതേ സമയത്ത് തന്നെ അവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മോൺസ്റ്റർ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ വളരെ സ്പീഡില് വന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഹിനട്ടെ നെജിയും കാണും അവിടെ വലിയ ഫൈറ്റ് നടക്കുന്നത്. അവിടെ വലിയ രീതിയിൽ ഫൈറ്റ് ഉണ്ടാവുന്നത്, ചക്ര പോയിന്റ്സ് റിലീസ് ആവുന്നത്, എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഹിനട്ടെ നെജിയും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അത് കേട്ട് ഹിനട്ട അവള് പേടിച്ച് വിറച്ച് പറയും, ഗാരയുടെ ഉള്ളിലെ ആ ഒരു മോൺസ്റ്റർ അത് പുറത്തു വന്ന വലിയ അപകടമാണ്. പിന്നീട് ആ ഒരു മോൺസ്റ്റർ ആയിരിക്കും ഗാരയെ പോലും കൺട്രോൾ ചെയ്യുക. ഒരുപാട് പവർ അത് പുറത്തേക്ക് റിലീസ് ചെയ്യും. കട്ട് ചെയ്ത വില്ലൻ അവൻ ഒരുപാട് തീയെടുത്ത് ഇപ്പൊ കുട്ടപ്പനെ അങ്ങനെ തന്നെ അതിലിട്ട് കരിക്കാൻ തുടങ്ങും. പക്ഷെ കുട്ടപ്പൻ വിട്ടുകൊടുക്കില്ല. അവന്റെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് കുഴി മാന്തി എങ്ങനെയെങ്കിലും ഗാരയെ പുറത്തെടുക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അക്ഷുക ആവട്ടെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആ ഒരു ആയുധം എടുത്ത് കാര്യങ്ങളെല്ലാം നോക്കി നിന്ന് കാണും. ഇവിടെ വില്ലനാവട്ടെ അവൻ ഓടി വന്ന് ഇപ്പൊ ഗാരയുടെ മോൺസ്റ്ററിന്റെ പവർ പതിയെ പതിയെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതേസമയം ഗാര ആവട്ടെ ഇപ്പൊ മുഴുവനായിട്ടും ആ ഒരു മോൺസ്റ്ററായി തീരും. വില്ലൻ പറയും, തീർച്ചയായിട്ടും ഞാൻ ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ 5 ഗ്രേറ്റ് നേഷൻസും തകർത്ത് കളയും. കുട്ടപ്പനാവട്ടെ അവന് കലി കയറി ഇപ്പൊ വില്ലനോട് പറയും, നീ ഇപ്പൊ തന്നെ ഓടിക്കോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഗാരയും നിന്നെ ഇടിച്ചു കൊന്നുകളയും. ഗാര എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൊണ്ട് അവനൊരു പോറല് പോലും ഏൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ കക്ഷുക ആവട്ടെ അത് കേട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ വില്ലനാവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടപ്പനെ കൊല്ലാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ കുട്ടപ്പൻ പേടിച്ച് വരച്ച് അവൻ കണ്ണടച്ചിരിക്കും. അപ്പൊ ഓട്ടനെ ഇപ്പൊ കക്ഷുകയാവട്ടെ അവളുടെ കയ്യിലുള്ള വെപ്പൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഡ്രാഗൺസിനെ എല്ലാം തന്നെ അങ്ങനെ ചുരുട്ടിയെടുത്ത് മടക്കി പിടിക്കും. വില്ലൻ ആ കയറോട് കൂടെ ഇപ്പൊ കക്ഷുകയെ തൂക്കി എറിഞ്ഞ് അവളെ തുറച്ചു നോക്കും. അപ്പൊ അതേ സമയത്ത് ഗാര ആ കേജ് തകർത്ത് ഇപ്പൊ പുറത്തേക്ക് വരും. കുട്ടപ്പൻ ഒരുപാട് ഹാപ്പി ആയിട്ട് അത് നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഗാര മുഴുവനായിട്ടും ഇപ്പൊ മോൺസ്റ്റർ ആയിട്ടാണ് പുറത്തേക്ക് വന്നതെന്ന് അവര് കാണുക.
അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ പേടിച്ച് വിറച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.